സമരമുഖത്തുള്ള CJPയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള രണ്ടാം ഘട്ട ചർച്ച പരാജയം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തോട് കേന്ദ്രമന്ത്രിമാർ അനുകൂല സമീപനം പുലർത്തിയില്ല. നിലപാട് പറയാൻ നാളെ ഉച്ചവരെ സാവകാശം ചോദിച്ചു. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകളിൽ കർശന നടപടിയെടുക്കാനുള്ള ബില്ലിന് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റ് ഇന്നും സ്തംഭിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ തട്ടിയാണ് CJPയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള രണ്ടാം ഘട്ട ചർച്ചയും വഴിമുട്ടിയത്. പ്രധാന്റെ രാജിയിൽ നിലപാടറിയിക്കാൻ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും നാളെ ഉച്ചവരെ സാവകാശം തേടി. മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക, പ്രതിഷേധക്കാർക്കെതിരായ FIR പിൻവലിക്കുക എന്നീ ആവശ്യങ്ങളിൽ കേന്ദ്രമന്ത്രിമാർ അനുകൂല സമീപനം സ്വീകരിച്ചു. നാളെ വൈകിട്ട് മൂന്നാം ഘട്ട ചർച്ച നടക്കുമെന്ന് CJP പ്രതിനിധികളായ സൗരവ് ദാസ്, അശുതോഷ് റാങ്ക എന്നിവർ അറിയിച്ചു. सरकार से इस बारे में विस्तृत चर्चा हुई है. सरकार ने इस मुद्दे पर, इस पॉइंट पर जवाब देने के लिए कल दोपहर तक का समय मांगा है. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ കേസുകളിൽ കർശന നടപടിയെടുക്കാനുള്ള ബില്ലിന് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. പ്രതികൾക്ക് 10 വർഷം തടവും 10 കോടി രൂപ പിഴയും വിധിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ബിൽ. കേസുകളിൽ 3 മാസത്തിൽ വിചാരണ പൂർത്തിയാക്കാൻ അതിവേഗ കോടതികളും സ്ഥാപിക്കും. തിങ്കളാഴ്ചയാണ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുക. ഇത്തരം കേസുകളിൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് ഇന്നലെ അർദ്ധരാത്രി പുറത്തുവിട്ട സെൽഫി വീഡിയോയിൽ പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിരുന്നു. पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक विध कदम उठाए गए, गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं. हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का एक वर्ष बर्बाद न हो. വർഷകാല സമ്മേളനത്തിന്റെ 5ാം ദിവസവും നീറ്റ് വിഷയത്തിൽ പാർലമെന്റ് സ്തംഭിച്ചു. രാജി നാർത്ത് വിളിച്ച് പ്രതിപക്ഷാംഗങ്ങൾ ലോക്സഭയുടെ നടുത്തളത്തിലിറങ്ങി. പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവർത്തിച്ചു. एग्जाम पेपर लीक को लेकर के कठोर कानून लाने जा रहे हैं, यह आश्वासन भी दिया हुआ है. अभी 1 बजे हमारा कैबिनेट मीटिंग है. कैबिनेट मीटिंग में इस संबंधित मसले को हल करने के लिए सरकार का मंशा बहुत ही सख्ती से एक सख्त कानून लेने के लिए जो प्रधानमंत्री जी ने कहा है उसका भी हम लोग फैसला लेने जा रहे हैं. ऐसे समय में अगर पार्लियामेंट हम लोग चर्चा नहीं करेंगे तो बिल्कुल अच्छा संदेश नहीं जाएगा. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാതെ ഒരു ചർച്ചയ്ക്കും പ്രതിപക്ഷം തയ്യാറല്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. Corrupt education minister has to go. That prime minister should apologize to the students. We are not going to have any conversation, any discussion before Mr. Pradhan is sacked. തുടർച്ചയായ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭയും സ്തംഭിച്ചു. ന്യൂസ് മലയാളം, ഡൽഹി.